ഹലോ! രാവിലെ തന്നെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന മാവും സാമ്പാറും എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ. ഇന്ന് രാവിലെ ദോശയാണ്. അപ്പോൾ അതിനുള്ള സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു തലേ ദിവസത്തേതെ. അതപ്പോൾ തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. കുറച്ചേറെ സാമ്പാർ ഉണ്ടായിരുന്നേ. പിന്നെ ഉച്ചയ്ക്കത്തിന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പത്തിന് അച്ചാച്ചി വന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് പതിവ് പോലെ തന്നെ ചൂട് ബോളിയാണേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് രാവിലെ. അപ്പോൾ അത് കഴിച്ചിട്ടാണ് കേട്ടോ അടുത്ത പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള തക്കാളിയും ചിക്കനും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചൂടുവെള്ളം കൂടെ ചേർത്ത് ചിക്കൻ റെഡിയാക്കാൻ വെച്ചു കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് റെഡിയാക്കുന്നത്. സവാളയും ചില്ലി ഫ്ലേക്സും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതും അങ്ങ് റെഡിയാക്കി വെച്ചു. അപ്പോൾ അതിന് ചോറ് വെന്തപ്പത്തിന് അമ്മ അങ്ങ് ഊറ്റാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറിയും റെഡിയായേ. കറിയെല്ലാം റെഡി ആയി കഴിഞ്ഞ് ലാസ്റ്റാണ് ദോശ ഉണ്ടാക്കാൻ നിന്നത്. അപ്പോൾ തന്നെ അമ്മയ്ക്ക് പോകാൻ സമയമായപ്പോൾ അമ്മയ്ക്ക് ദോശയും പഞ്ചസാരയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് കറിയേക്കാൾ ഇഷ്ടം പഞ്ചസാര കൂട്ടി കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചോറും ചിക്കൻ കറിയും കിഴങ്ങ് മെഴുക്കുവരട്ടിയുമായിരുന്നു. രാവിലത്തേന് ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ.